എഴുതുമ്പോ കാണാൻ നല്ല രസം. ഇടയ്ക്ക് ദുഃഖം, ഇടയ്ക്ക് ദേഷ്യം, എന്തൊക്കെ എക്സ്പ്രഷനാണ്. ഇതാണ് ഞാൻ പുറത്തെ മുറിയിൽ നിന്ന് എഴുതിക്കൊള്ളാന്ന് പറയുന്നത്. മറ്റുള്ളവർ നോക്കി എനിക്ക് എഴുതാൻ പറ്റില്ല. ഞാനല്ലേ? ആരായാലും. വാടക വീട്ടിനടുത്ത് ആ പെണ്ണ് നോക്കി നിൽക്കുമ്പോ ഇൻസ്പിറേഷൻ ജാസ്തിയായിരുന്നു അല്ലേ? ആ വിഷയം എടുത്തില്ല എന്ന് മുമ്പേ നീ വാക്ക് പറഞ്ഞത്. അവൾ അയലോക്കത്തുണ്ടായിരുന്നു, അത്രമാത്രം. ആവോ. എന്നാ ലീവ് കിട്ടുക? ബാംഗ്ലൂരിലെ ഊട്ടിയിലെ എല്ലാ ഏർപ്പാടും ചേട്ടന്റെ ഫ്രണ്ട്സ് ചെയ്യും. 2 ദിക്കിന്നും കത്തുണ്ട്. യാത്രയ്ക്കും ഷോപ്പിങ്ങിനും കൂടി പണം തരാമെന്ന് ചേട്ടൻ ഏറ്റിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതി കൊടുത്ത അഡ്വാൻസ് കിട്ടും, അതുകൊണ്ട് പോവാം. ചേട്ടന്റെ പണത്തിന് ടിക്കറ്റ് വാങ്ങിയാൽ വണ്ടിയിലും ബസ്സിലും കയറ്റില്ലായിരിക്കും. എന്നും ഒരാളെ ആശ്രയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലാവില്ല. ഒരു 100 തവണയായി ഞാനിത് കേൾക്കുന്നു. എന്റെ ചേട്ടനേക്കാൾ വലിയ സാഹിത്യമൊന്നും കൈയിരിപ്പില്ലല്ലോ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും അന്വേഷിച്ചത് ഇക്കണ്ട കാലം ഞാനായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി നിനക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് ബുദ്ധിയുള്ളൂന്ന് ആദ്യം അറിയേണ്ടതായിരുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. അനങ്ങാതൊരു ഭാഗത്ത് കിടന്നോളൂ. പിണങ്ങിയോ? മുഖം വീർപ്പിക്കാതെ ഒരു ദിവസം നിന്നെ കാണാൻ കൊതിയായി തുടങ്ങി. അങ്ങനെയൊക്കെ തോന്നും ഇപ്പൊ. ചെറിയ കുട്ടികളെ പോലെ എന്തിനു പിണക്കം, വാശി? നമുക്ക് പോവാം, എന്ന് വേണേലും പോവാം. ഭാരത് നിശ്ചയിച്ചാൽ മതി. ഊട്ടിയിലും ബാംഗ്ലൂരിലും ഒക്കെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും ഇപ്പൊ. സമയം 7:30 പുള്ളി ചിലപ്പോ എവിടെയെങ്കിലും എൽഡപ്പായിട്ടുണ്ടാകും. വനജയ്ക്കാണ് ഭയങ്കര നിരാശ. ജയദേവന്റെ ഭാര്യ അറിയുമെന്ന് പറഞ്ഞു പോയപ്പോ തുടങ്ങി ബഹളം. പിന്നൊരു ദിവസം വരാം. വരേണ്ട സമയം കഴിഞ്ഞു. 5:30 എത്തണമെന്ന് ഞാൻ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു. പോട്ടെ, പിന്നെ കാണാം. നമുക്ക് പോകാം. പോട്ടെ. ശരി. എന്റെ ചില പരിചയക്കാരികൾ വന്നിരുന്നു. അവരിപ്പോൾ പോയി. 5:30 വരാമെന്ന് പറഞ്ഞ ആളെ 7:30 കാത്തിരിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇറങ്ങാൻ നിന്നപ്പോ 1-2 ഫ്രണ്ട്സ് വന്നു, തിരുവനന്തപുരത്ത് നിന്ന്. എഴുത്തുകാരാ. പിന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ട് വന്നു. എഴുത്തുകാരനെ കാണാൻ കൂടിയാണ് ഇവരും വന്നത്. ഇവിടത്തുകാരല്ലേ, ഇനിയും വരാലോ. ഇവര് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ കാണാൻ മാത്രം വന്നതാ. സാഹിത്യം പറഞ്ഞിരിക്കാനാണെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ? നീ പറയുന്നത് കേട്ടാത്തൊന്നും സാഹിത്യം പറഞ്ഞിട്ട് വല്ല പരദൂഷണം പോലെയാണ്. ഞാനൊന്നും പറയുന്നില്ല. കുളിച്ചുണ്ണാൻ നോക്കിക്കോളൂ. ഞാൻ അവരോട് കഴിച്ചു, ഇനിയൊന്നും വേണ്ട. ഹോട്ടൽ ഷാപ്പാടിന്റെ ശീലം എത്രയായാലും വിടില്ല അല്ലേ? ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? ആ കുട്ടി ഇവിടെ വന്ന് വനജയില്ലേ, എഴുതിയതൊക്കെ വള്ളി പുള്ളി വിടാതെ വായിച്ചിട്ടുണ്ട്. ഭയങ്കര കമ്പം. ഓഹോ. കലാനിധി വിശേഷാൽ പ്രതിയിൽ വന്ന കഥയിലെ വിക്ടോറിയ പഴയ അയൽക്കാരിയാണെന്ന് ആ കുട്ടി പറഞ്ഞു. ശരിയാണോ? അറിയില്ല. അവരോട് തന്നെ ഗവേഷണം നടത്താൻ പറയണം. പലരെയും മോഡലാക്കേണ്ടി വരും എഴുതുമ്പോൾ. പലരുടെയും ഛായ കാണും. അവളൊരു നല്ല ക്യാരക്ടറാ. എപ്പോഴെങ്കിലും എഴുതിയേക്കും, ഇൻസ്പിറേഷൻ വരുമ്പോ. ഇൻസ്പിറേഷൻ തേടി ഇപ്പോഴും ആ വഴിക്കൊക്കെ പോകുന്നുണ്ടോ ആവോ? ഭാരതി, വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന കഥാകാരൻ അങ്ങാണ്. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദങ്ങളാണ് അങ്ങയുടെ സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്. ഇന്ദിര. ഏതാണ് ഈ ഇന്ദിര? ഓ, ഇതോ ഏതൊരു വായനക്കാരി. മറുപടി അയച്ചോ? പതിപോലെ എന്തോ 2 വാചകം എഴുതി. നിസ്സാരം. എന്തോ എഴുതി. എല്ലാം അടിയറ വയ്ക്കുന്നതാണല്ലോ കത്ത്. അത്ര നിസ്സാരമായി തള്ളണോ?
എഴുതാനാണെങ്കിൽ പതുക്കെ. എഴുത്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞതല്ല, നീ ആ മൂഡ് നശിപ്പിച്ചു. കിടക്കാറായില്ലേ? എനിക്കിനിയും കത്തുകൾ വരും. ആണുങ്ങളും പെണ്ണുങ്ങളും എഴുതും. അവരാണ് എന്നെ നിലനിർത്തുന്നത്. അത് നിനക്കറിയില്ല. നിനക്കറിയില്ല എന്നൊരു ശീലം കൊണ്ട് പറഞ്ഞു പോയി. മാപ്പ്. വഴക്കിടാ, വന്ന് കിടക്ക്. ചിലതങ്ങനെ ശീലമായാൽ മാറില്ല. ഇടയ്ക്ക് മുനിയെ പോലെ ഒരു അക്ഷരം മിണ്ടാതെ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതെന്ത് ശീലമാണ്? എനിക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കണ്ടേ? യന്ത്രം പോലെ ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. ചിന്ത, ചിലപ്പോൾ ദുഃഖം. ശീലങ്ങൾ മാറില്ല. അയൽക്കാരിപ്പെണ്ണിനെ ഓർത്ത് ദുഃഖിക്കുന്നതും ശീലമായോ ആവോ? അവളെ ഓർക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് വിഷമം തോന്നും. ഒരു നല്ല ഫ്രണ്ടായിരുന്നു. കാശ് കൊടുക്കുന്ന ആരോടും അവൾക്ക് വലിയ ഫ്രണ്ട്ഷിപ്പാണെന്ന് ആലീസ് പറഞ്ഞു. അത്ര ദുഃഖിക്കാനൊന്നുമില്ല. ഓഹോ, എനിക്കറിയില്ല. എന്നോട് കാശ് ചോദിച്ചിട്ടില്ല. അവൾക്ക് എന്നെ മനസ്സിലായിരുന്നു എന്നതാണ് സത്യം. എന്ത് എന്ത് സത്യം? സത്യമല്ല, ഇപ്പോഴത്തെ എന്റെ ദുഃഖം. മനസ്സിലായില്ല. നിനക്കൊരിക്കലും മനസ്സിലാവില്ലടി. പതുക്കെ. കിഷൻ നായരുണ്ട് അടുക്കളയിൽ. സാക്ഷാൽ വി പി സാറിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞവൾ, ഗ്രന്ഥപ്പുരയുടെ വായു ശ്വസിച്ച് വളർന്നവൾ, പീഠത്തിൽ ദേവതയെ പോലെ പ്രതിഷ്ഠിച്ച ഞാനാണ് വങ്കൻ. നോക്കുമ്പോ ദേവതയുടെ കാലുകൾ വെറും കളിമണ്ണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം 3 ജന്മം തപസ്സിരുന്നാൽ നിനക്ക് മനസ്സിലാവില്ല. ആ, ഇത് ജയദേവന്. അവനെന്താ ലീവാണോ ഓഫീസിലെ? ഓഫീസിൽ നിന്ന് 2 തവണ വിളിച്ചിരുന്നു. ഓരോരുത്തർക്ക് എഴുതി കൊടുക്കാൻ അവരുടെ സ്ഥലത്ത് പോയിരിക്കണോ? വർഗീസ് സാറിന് രാവിലെയും വിളിച്ചു. ആ, ചിലർക്ക് നിർബന്ധമാണ്. ആളെ കസ്റ്റഡിയിൽ എടുക്കുക അവർക്കൊരു മേനിയാണ്. 2 ദിവസമെന്ന് പറഞ്ഞു പോകുന്നയാൾ 5-6 ദിവസത്തേക്ക് പിന്നെ കാണില്ല. കൂടുതൽ ബിസി, കൂടുതൽ ഡിമാൻഡ്. സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പുതിയ സെറ്റുകാരുണ്ട്. അവരാണ് ഇത്ര നാശാക്കുന്നത്. പണ്ടില്ലാത്തതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദിവസം ഒന്ന് പറഞ്ഞ പോലെ ഉണ്ട് കുടി. കമ്പനിക്ക് സ്വല്പമൊക്കെ വേണ്ടിവരും. സാരമില്ല, ജോലി കളയാൻ നോക്കണം, അത്രമാത്രം. വയറ്റുപഴുപ്പിൽ എഴുതാൻ തുടങ്ങിയാൽ ക്വാളിറ്റി പോകും. അതാണ് ജോലി കൊണ്ടുള്ള സൗകര്യം. ഓഫീസ് വിട്ടാൽ നേരെ ഇവിടെ വരണം. ഇവിടെ ഇരുന്ന് എഴുതിയാൽ മതി. സെറ്റുകാരോട് സാഹിത്യം പറഞ്ഞാലേ ഉറക്കം വരുമെങ്കിൽ അവറ്റ ഇങ്ങോട്ട് വന്നോട്ടെ. ചേട്ടൻ ശരിക്ക് ചീത്ത പറയണം. ഓക്കെ ഓക്കെ. ചേട്ടനെപ്പോ വന്നു? എറണാകുളത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി നമ്മുടെ കേരള നാടുകാർ വിളിച്ചു. അവരുടെ ഒരു കഥാമത്സരം ജഡ്ജ് ചെയ്യാൻ. ഒരു ഗൾഫുകാരന് ഗിഫ്റ്റാ. ഒന്ന് 2 കമ്പനികളിൽ വെച്ച് ഓരോ പെഗ് കഴിക്കേണ്ടി വന്നു. അതിനുശേഷം ഇവിടെ കലാപമാണ്. അതുകൊണ്ട് ഒരു അപകടവും വരില്ലെന്ന് ചേട്ടൻ തന്നെ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കണം. ലീവിന് എഴുതി കൊടുത്തിട്ട് തന്നെയാണോ സർക്കിട്ട്? ജോലി ഭയങ്കര ബോറായിരിക്കുന്നു ചേട്ടാ. 8 മണിക്കൂർ കുത്തിയിരുന്ന ആ പീറ പണി ചെയ്ത് പുറത്തു വന്ന ഒരു വസ്തു ആലോചിക്കാൻ പറ്റില്ല. ചെലവിനുള്ള കാശ് എഴുതിയാ കിട്ടും. ഞാനിൽ പോകുന്നില്ല. ധൃതിയിലൊന്നും തീരുമാനിക്കണ്ട. 600 രൂപയ്ക്ക് വേണ്ടി ഒരു 100 ആളുടെ മുമ്പിൽ സാർ സാറെന്ന് പറഞ്ഞ് നിൽക്കണം. ഭയങ്കര ബോറ്. സന്ധ്യയ്ക്കുള്ള ട്രാൻസ്പോർട്ടിന് എത്തുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സാരമില്ല, രാവിലെ ഫസ്റ്റ് ബസ്സിന് പോകാം. സാൾ ബലുവിനെ പറ്റി ഞാനൊരു സ്റ്റഡി എഴുതിയിട്ടുണ്ട്. സാറൊന്ന് വായിച്ചു കേൾക്കണം. ജയദേവൻ തന്റെ കൂടെയല്ലേ? അതെ. ചങ്ങമ്പുഴയ്ക്ക് ശേഷം സാഹിത്യത്തിൽ ഒരു സ്റ്റാർ ഉണ്ടാവുകയാണ്. ഞാൻ നേരിട്ട് പരിചയമായിട്ടില്ല. ആ, വീട്ടിലുണ്ട്. അത് ഇതിന്റെ ക്ലൈമാക്സ് നന്നായിരിക്കണം. അത് നമുക്ക് ഊട്ടിയെടുക്കാം. ആ, ശരി. ചേട്ടാ, ഇത് എന്റെ ഫ്രണ്ട്സാണ്. ചേട്ടനെ പിന്നെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഇവരെന്റെ ഒരു കഥ സിനിമയാക്കാൻ പോകുന്നു. ഇത് മിസ്റ്റർ ജോർജ്, മിസ്റ്റർ ബാബു, മിസ്റ്റർ സൈനുദ്ദീൻ. ഓ, ഇത് എന്റെ പ്രൊഫസറായിരുന്നു, ഡോക്ടർ ശേഖരപിള്ള. ഇത് ജയദേവൻ. ഞാൻ പിന്നൊരു ദിവസം വരാം. എനിക്ക് 8:30 എക്സ്പ്രസ് കിട്ടും. ഇരിക്കുന്നില്ലേ? പിന്നെ വരാം.